ഹലോ, നമുക്ക് നമ്മുടെ 42ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? എല്ലാവർക്കും സുഖല്ലേ? കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പാർട്ടിയിലേക്ക് പോവാട്ടോ. തുമ്പി, ഞാൻ രേവതി എന്തോ പറയാൻ ശ്രമിച്ചതും പാർവണ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ശേഷം തൻ്റെ ബാഗും എടുത്ത് നേരെ റൂമിൽ കയറി ശക്തിയായി വാതിലടച്ചു. അതിൽ നിന്നും അവളുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് ദേവയ്ക്കും രേവതിക്കും മനസ്സിലായിരുന്നു. എവിടെ അവള്? രേവതി നിറമൊഴികളോടെ പറഞ്ഞു. നീ ഇങ്ങനൊക്കെ അറിയാതെ എൻ്റെ ദേവു, പാർവണയ്ക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ വന്നാണ്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ കാര്യം അവളോട് നീ പറഞ്ഞില്ലല്ലോ. ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചത് ദേവേട്ട, പക്ഷെ പറ്റിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴേക്കും കണ്ണുനീർ ഒഴുകി ഇറങ്ങിയിരുന്നു. വിഷമിക്കണ്ട, നമുക്കെല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു മനസ്സിലാക്കാം. ദേവ അവളുടെ കവിളി തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങാം. ദേവ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. രേവതി അവൻ പോകുന്ന നോക്കി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ശേഷം തിരികെ വന്ന് പാർവണിയെ ഡോറിൽ തട്ടി കുറേ നേരം വിളിച്ചുവെങ്കിലും അവൾ വാതിൽ തുറന്നില്ല. റൂമിൽ കയറി വാതിലടച്ച പാർവണ നേരെ ബാത്റൂമിലേക്ക് കയറി. അത്ര നേരം അടക്കി പിടിച്ചിരുന്ന സങ്കടം അവൾ കരഞ്ഞു തീർത്തു. ഇന്നലെ വരതെ തിരികെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ് അവൾ വിളിച്ചപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് കൊണ്ടാണ് പാർവണ ആ സമയത്ത് രേവതിയെ വിളിച്ചത്. ഒറ്റയ്ക്ക് കിടക്കാനുള്ള പേടിയുള്ള രേവതി എന്തിനാണ് വരതെ പറഞ്ഞയച്ചെന്ന് പാർവണയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അവളെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നതിനിടയ്ക്കാണ് തനിക്ക് പരിചിതമായ ഏതോ ഒരു ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ടത്. ആദ്യം ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് അയാളുടെ ശബ്ദം കൂടെ കേട്ടതും പാർവണയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് രാത്രിക്ക് രാത്രി തന്നെ ആരുവിനെ കൂട്ടി രേവതിയുടെ അടുത്തേക്ക് വന്നത്. രാത്രി ആയതുകൊണ്ട് അവളെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നകത്തേക്ക് കയറിയത്. അപ്പോഴും മനസ്സ് പറയുന്നുണ്ടായിരുന്നു ദേവു തന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കില്ല എന്ന്. എന്നാൽ ആ ഉറപ്പെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് റൂമിൽ രേവതിയുടെ ഒപ്പം ദേവയെ കണ്ടപ്പോൾ അവൾക്ക് തൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. അവൾ അവരെ വിളിച്ചുണർത്താതെ നേരെ ഹാളിലെ സോഫയിൽ വന്നിരുന്നു. അപ്പോഴും മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതൊരു സ്വപ്നം മാത്രമാകണേന്ന്. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് റൂമിൽ നിന്നും ദേവയും രേവതി ഇറങ്ങി വന്നതോടുകൂടെ പാർവണ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പാർവണ കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നാലോചിച്ച് ഷവറിന് ചൂട്ടിൽ എത്ര നേരം നിന്നു എന്ന് അവൾക്ക് പോലും അറിയില്ല. തലയ്ക്കെന്തോ വല്ലാത്ത വേദന അനുഭവപ്പെട്ടതും അവൾ വേഗം ഷവർ ഓഫ് ചെയ്ത് ഡ്രസ്സ് മാറ്റി തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. രേവതി ഭക്ഷണം എല്ലാം ടേബിളിന് മുകളിൽ എടുത്തു വച്ചിരുന്നു. തുമ്പി, വന്നിരിക്കി, നീ കഴിക്കുമ്പോഴേക്കും ഞാൻ വേഗം പോയി റെഡിയായിട്ട് വരാം. രേവതി പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം ബാഗും എടുത്ത് പാർവണ പുറത്തേക്ക് ഇറങ്ങി. തുമ്പി! രേവതി പലവട്ടം അവളെ പിന്നിൽ നിന്ന് വിളിച്ചുവെങ്കിലും പാർവണ അത് കേൾക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. രേവതിക്കാണെങ്കിൽ അവൾ പോകുന്നത് നോക്കി നിർവികാരമായി ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. പാർവണ തന്നെ കൂട്ടാതെ പോയി എന്ന് മനസ്സിലായതും രേവതി വേഗം കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിൽ ഒന്നും പാർവണയെ കണ്ടില്ല. പതിവിന് നേരത്തെയായിരുന്നു പാർവണ അന്ന് ഓഫീസിലെത്തിയത്. അവൾ തൻ്റെ ചെയറിൽ ഇരുന്ന് ടേബിളിന് മുകളിൽ തല വെച്ച് കിടന്നു. ഒപ്പം കണ്ണിൽ നിന്നും അനിയന്ത്രിതമായി കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. താനെന്തെന്ന് ഒറ്റയ്ക്ക്? നിന്റെ ചങ്കും കരളുമായ രേവതിയെ കാണാനില്ലല്ലോ. കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അവളോട് ചോദിച്ചു. അവൾ വരുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്നു, കുറച്ച് വർക്കുണ്ട്. അവൾ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. താൻ ഒരാഴ്ച മുമ്പ് പോയതല്ലേ? പിന്നെ ഇത്രയും ദിവസം ലീവായിരുന്നല്ലോ, എന്താ പറ്റിയത്? ആ കുട്ടി വീണ്ടും ചോദിച്ചു. എനിക്ക് സുഖമില്ലായിരുന്നു, അതാ വരാതിരുന്നേ. ആണോ? എന്നിട്ട് ഇപ്പം കുറവുണ്ടോ? ഡോക്ടറെ കണ്ടില്ലേ? കുറവുണ്ട്. അത് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് തൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് രേവതിയും അവിടേക്ക് വന്നിരുന്നു. രേവതി നേരെ ചെന്ന് പാർവണയുടെ അരികിലിരുന്നു. രേവതി വന്നതറിഞ്ഞിട്ടും പാർവണ അവളെ മൈൻഡ് ചെയ്യാതെ തൻ്റെ വർക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തുമ്പി, ഞാൻ പറയണൊന്ന് കേക്കടി, അവളെ അടുത്തിരുന്നുകൊണ്ട് രേവതി പറഞ്ഞു. പക്ഷെ പാർവണ അത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല.
നീ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും തുമ്പി. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയണൊന്ന് കേൾക്കാൻ നീ മനസ്സ് കാണിക്കേ, എന്നാലേ നിനക്ക് സത്യം അറിയുള്ളൂ. രേവതി അപേക്ഷാപൂർവം പറഞ്ഞു. തെറ്റിദ്ധരിക്കോ? ഞാനോ? നീ പറയുന്നത് എന്താണ് ഞാൻ കേൾക്കണ്ടേ? നീയും ദേവസാറും തമ്മിൽ സ്നേഹത്തിലാണെന്നോ? അതോ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ? പാർവണ പകുതി പറഞ്ഞു നിർത്തി. തുമ്പി, നീ എന്തൊക്കെയായി പറയണേ? നീ അതിര് കിടക്കുന്നുണ്ട്. രേവതി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ഞാൻ പറയണ അതിര് കിടക്കുന്നുണ്ട്, പക്ഷെ നീ ചെയ്യുന്നൊന്നും അതിര് കിടക്കുന്നില്ല അല്ലേ? പാർവണ ഒട്ടും വിട്ടുകൊടുത്തില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് ഞാൻ സമ്മതിക്കണു. ഞാനും ദേവേട്ടനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞില്ല, പക്ഷേ അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് നിന്റെ ഒരു കാരണം കേൾക്കണ്ട. ഇത്ര നാൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇന്നു മുതൽ നീ വേറെ, ഞാൻ വേറെ. ഇനി നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ പറ്റില്ല. പാർവണ ദേഷ്യത്തോടെ പറഞ്ഞു. തൻ്റെ ചെയർ തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് എണീറ്റ് പോയി. പാർവണ പറയുന്നത് കേട്ട് രേവതി കരഞ്ഞുകൊണ്ട് നേരെ ദേവിയുടെ ക്യാബിനിലേക്ക് ഓടി. അവിടെ ദേവ വന്നിട്ടുണ്ടായിരുന്നില്ല. രേവതി കരഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിൽ പോയിരുന്നു. പാർവണ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് രേവതിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് നല്ല ടെൻഷനുണ്ട് ശിവ. പാർവണയുടെ രാവിലത്തെ മുഖം വെച്ച് മിക്കവാറും രേവതിയോട് മിണ്ടാതെ നടക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ഇത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടാവാൻ കാരണമാവും. പിന്നെ കാരണമാകാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ആദ്യം തന്നെ അവളോട് കാര്യങ്ങൾ പറയായിരുന്നില്ലേ? നീ ഇങ്ങനെ ചാമ്പത്തി കുത്താതെ ശിവ. ദേവ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. നീ എന്തായാലും ടെൻഷൻ ആവണ്ട, അവളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ രേവതിയും അവളും തമ്മിലുള്ള അടുപ്പം അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്നാണ് എനിക്ക് തോന്നണേ. അത് വേറൊരു തെറ്റിദ്ധാരണ മാത്രമല്ല, അത് മാറ്റിയാൽ എല്ലാം ശരിയാവും. അപ്പോഴേക്കും അവർ ഓഫീസിലെത്തിയിരുന്നു. കാറ് പാർക്ക് ചെയ്ത് അവർ ഓഫീസിനരികിലേക്ക് നടന്നു. ദേവ ക്യാബിനിലെത്തുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയാണ് കണ്ടത്. അത് കണ്ടത് അവൻ വേഗം അവളുടെ അരികിലേക്ക് ചെന്നു. പാർവണ ദേഷ്യപ്പെട്ട? ദേവ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. അതെ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് മൂളി. സാരമില്ലടോ, നമുക്കെല്ലാം ശരിയാക്കാം. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഓടിച്ചുകൊണ്ട് ദേവ പറഞ്ഞു. ഇതത്ര പെട്ടെന്നൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല ദേവേട്ട. അവൻ നമ്മളെ നന്നായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രേവതി കണ്ണീരോടെ പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണ ഇല്ലടാ. അവൾ അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. എല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പം എൻ്റെ കുട്ടി കണ്ണു തുടച്ച്. ദേവ അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ ക്യാബിനിലേക്ക് നടക്കുന്നതിന് മുമ്പ് ശിവ പാർവണിയുടെ സീറ്റിലേക്കൊന്ന് നോക്കിയിരുന്നു. പക്ഷേ ആ സീറ്റ് ഒഴിവായിരുന്നു. പിന്നീട് അവൻ ഓരോന്നാലോചിച്ച് തൻ്റെ ക്യാബിനിലേക്ക് കയറി. സാർ, കോഫി. അവൻ്റെ PA കോഫി ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു. മാധവ്, ഞാൻ ഇന്നലെ തന്നോട് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം താൻ അന്വേഷിച്ചോ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. അന്വേഷിച്ചു. സാറിൻ്റെ സംശയം ശരിയായിരുന്നു. സാറ് പറഞ്ഞ 3 പേരിൽ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മറ്റു 2 പേരുടെ കാര്യം ഞാൻ അന്വേഷിക്കുന്നതേ ഉള്ളൂ. വൈകുന്നേരത്തിനുള്ളിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, വേഗം തന്നെ വേണം. പിന്നെ ആ മരിച്ച ആളുകളുടെ വീട്ടുകാർ എവിടെയെങ്കിലും, ഐ മീൻ ഭാര്യ, മക്കൾ, അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൺ മിസ്റ്റർ ചന്ദ്രശേഖരൻ. അയാൾ 2 മക്കളാണ് അയാൾക്കുള്ളത്. അവർ 2 പേരും വിദേശത്താണ്. ചന്ദ്രശേഖരൻ്റെ മരണത്തോടെ അയാളുടെ ഭാര്യ, മക്കളെയെല്ലാം വിദേശത്തേക്ക് കൊണ്ടുപോയി. അവരുടെ വീട്ടിലിപ്പോൾ ആരും താമസിക്കുന്നില്ല. ശരി, മാധവ് പൊക്കോളൂ. വൈകുന്നേരത്തിനുള്ളിൽ മറ്റു 2 പേരുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ഷുവർ സാർ. മാധവ് അത് പറഞ്ഞു പുറത്തേക്ക് പോയി. ശിവ കോഫിയും എടുത്ത് ചുണ്ടോട് ചേർത്തതും ചൂട് കൊണ്ട് കുറച്ച് തൻ്റെ ഡ്രസ്സിലേക്ക് പോയി. ഓട്ടം! ശിവ ദേഷ്യത്തോടെ പറഞ്ഞ് കപ്പ് ടേബിളിന് മുകളിൽ തന്നെ വെച്ചു. ശേഷം കോട്ടിലെ കോഫി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വാഷ്റൂമിലേക്ക് നടന്നു. രേവതിയോട് ദേഷ്യപ്പെട്ട് പാർവണ നേരെ പോയത് ബാത്റൂമിലേക്കാണ്. അവളോട് അങ്ങനെ പറഞ്ഞതിൽ അവളേക്കാൾ കൂടുതൽ പാർവണയ്ക്കായിരുന്നു സങ്കടമുണ്ടായിരുന്നത്. തൻ്റെ മനസ്സിലെ ദേഷ്യം കൊണ്ടാണ് അവളോട് അങ്ങനെയെല്ലാം പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്കും തോന്നി. കരഞ്ഞു വീർത്ത കണ്ണുകളിലേക്ക് അവൾ തുടരെ തുടരെ വെള്ളം ഒഴിച്ചു. മനസ്സിനെന്തോ സമാധാനം തോന്നിയതും
അവൾ ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങി. വാഷ്റൂമിലേക്ക് കയറി വന്ന ശിവ കാണുന്നത് കരഞ്ഞ കണ്ണുകളുമായി പുറത്തേക്ക് വരുന്ന പാർവണിയാണ്. പാർവണ ശിവയെ ഒന്ന് നോക്കിയ ശേഷം തല കുനിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ കണ്ട് എന്തോ ശിവയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു, അവൻ പോലും അറിയാതെ. അന്നത്തെ ദിവസം പാർവണ ആരോടും ഒന്നും മിണ്ടിയില്ല. അവളുടെ വാശിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് രേവതി പിന്നീട് ഒന്നും പറയാൻ നിന്നില്ല. രേവതിയോടുള്ള ദേഷ്യം കാരണം പാർവണ രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അവൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ രേവതി ഒന്നും കഴിച്ചില്ല. വൈകുന്നേരം ഓഫീസ് വിട്ട് പാർവണ രേവതിയെ കാത്തു നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോയി. രേവതി തൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും പാർവണ പോയിരുന്നു. രേവതി ബാഗും എടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ പാർവണിയെ ഫേസ് ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ രേവതിക്കും വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഓരോന്നാലോചിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കാർ തൻ്റെ അരികിൽ വന്നു നിന്നത്. നോക്കാതെ തന്നെ അത് ദേവയാന്ന് രേവതിക്ക് മനസ്സിലായിരുന്നു. താൻ കയറ്, ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ദേവ പറഞ്ഞു. കോ ഡ്രൈവർ സീറ്റിലായി ശിവ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനില്ലേ ദേവേട്ടാ, നടന്നു വന്നോളാം, അത് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ വണ്ടി കയറുതേവു, ദേവ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടില്ലേ, രേവതി കാറി കയറ്, ഒപ്പം ശിവയും പറഞ്ഞു. അതോടുകൂടെ രേവതി ചെറിയൊരു മടിയോടെ കാറി കയറി. വീടിന് മുമ്പിൽ തന്നെ രേവതിയെ ദേവ ഇറക്കി. ശേഷം കാറുമായി അവൻ തങ്ങളുടെ വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോയി. അല്പം മടിയോടെയാണ് രേവതി വീട്ടിലേക്ക് കയറി ചെന്നത്. ഫ്രണ്ടിലെ വാതിൽ പകുതി തുറന്നിട്ടിരിക്കുകയാണ്. രേവതി ചെരുപ്പഴിച്ച് വാതിൽ തുറന്നകത്തേക്ക് കയറിയതും ഹാളിൽ സോഫയ്ക്കരികിൽ നിലത്ത് വീണ് കിടക്കുന്ന പാർവണിയാണ് കണ്ടത്. രേവതി ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി. എത്ര തട്ടി വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല. രേവതി വേഗം താഴെ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് ഓടി. അവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും ആ വീട്ടിൽ ആരുമില്ല എന്ന് അവൾക്കും മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ രേവതി ഒരു നിമിഷം നിന്ന് പെട്ടെന്ന് തന്നെ അവൾ ദേവയുടെ വീട്ടിലേക്ക് ഓടി. നിർത്താതെയുള്ള കോണിമ്പല്ലിന്റെ ശബ്ദം കേട്ടാണ് ശിവ താഴേക്ക് ഇറങ്ങി വന്നത്. അവൻ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിറമൊഴികളോടെ നിൽക്കുന്ന രേവതിയാണ് കണ്ടത്. അവളവിടെ. രേവതിക്ക് സങ്കടം കൊണ്ട് വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അത് കേട്ടതും ശിവ അടുത്ത നിമിഷം അവരുടെ വീട്ടിലേക്ക് ഓടി. അകത്തേക്ക് കയറിയ ശിവ കാണുന്ന നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന പാർവണിയാണ്. അവൻ വേഗം തന്നെ അവളെ പൊക്കിയെടുത്ത് റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും രേവതിയും ദേവയും അവിടേക്ക് വന്നിരുന്നു. നിങ്ങൾ കുറച്ചേരം പുറത്ത് നിൽക്ക്, ഞാൻ ഒന്ന് നോക്കട്ടെ, അവൻ പറഞ്ഞ് ശിവ അവളുടെ അടുത്തേക്ക് ഇരുന്നു. പാർവണ, പാർവണ, ശിവ അവളെ തട്ടി വിളിച്ചു. പക്ഷെ അവൾ ഉണർന്നില്ല. അവൻ അവളുടെ കയ്യിലെ പൾസ് ചെക്ക് ചെയ്തു. ശേഷം ടേബിളിന് മുകളിലുള്ള വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു. പാർവണ, ആർ യു ഓക്കെ? ശിവ ടെൻഷനോടെ ചോദിച്ചു. ശിവ, അവള് ദേഹു, അവൾ എന്നെ പറ്റിച്ചു, എന്നോടൊന്നും പറയാതെ, ഇടറുന്ന ശബ്ദത്തോടെ പാർവണ എന്തൊക്കെയോ പറഞ്ഞു. ഒപ്പം അവൾ തന്നെ ഇടത് കൈ കൊണ്ട് ശിവയുടെ വലത് കൈ മുറുകെ പിടിച്ചിരുന്നു. റിലാക്സ് പാർവണ, ശിവ അവളുടെ കവളി തട്ടിക്കൊണ്ടു പറഞ്ഞു. ശേഷം അവളുടെ കൈ തൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ നോക്കി. എന്നെ വിട്ടു പോവല്ലേ ശിവ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഇല്ല, ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല, ഞാൻ ഇപ്പം തന്നെ വരാം, അത് പറഞ്ഞ് ശിവ വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ദേവ എന്തോ ചോദിക്കാൻ വന്നതും അത് കേൾക്കാതെ ശിവ നേരെ വീട്ടിലേക്ക് ഓടി. തൻ്റെ റൂമിൽ നിന്നും സിറിഞ്ചും മെഡിസിനും എടുത്ത് രേവതിയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. കൊണ്ടുവന്ന മെഡിസിൻ അവൻ പാർവണയുടെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്തു. മെഡിസിൻ്റെ എഫക്റ്റിൽ അവൾ പതിയെ കണ്ണുകൾ അടച്ചു. അപ്പോഴും അവളുടെ ചുണ്ടുകൾ ശിവ ശിവ എന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്നു. റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പുറത്തു തന്നെ ദേവയും രേവതിയും ടെൻഷനോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ശരിക്കും ഫുഡൊന്നും കഴിക്കാത്ത കാരണം ബോഡി വീക്കായതാണ്. ഞാനിപ്പോൾ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചെറിയൊരു മയക്കത്തിലാണ്. പിന്നെ മയക്കം വിട്ടു എന്നാൽ
ഫുഡ് കൊടുക്കണം കേട്ടോ. ശിവ അത് പറഞ്ഞപ്പോൾ അകത്തേക്ക് നടന്നു. ഒപ്പം ദേവയും. എന്തോ ഒരു കുഞ്ഞ പാർട്ടാണ്. പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൃത്യം 8 മണിക്ക് കാണാം. ബൈ.